ഹായ് ഓൾ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് S3 നമ്മുടെ ഏറ്റവും കൂടുതൽ സപ്ലി ആൾക്കാർ മേടിച്ചു കൂട്ടുന്ന സെമസ്റ്ററാണ് S3 സെം. അതിന്റെ അനൗൺസ്മെന്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും അറിയേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ, ഈ പറയുന്ന പ്രീമിയം ബാച്ചും സ്റ്റാൻഡേർഡ് ബാച്ചുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ട്, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞു വന്ന ഒരു 10 to 15 അപേക്ഷയുണ്ട്. നിങ്ങളുടെ ഓരോ പേപ്പറുകൾ ഇവിടെ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യമുണ്ട്, കോർ പേപ്പറുകളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഈ പറഞ്ഞു വന്ന നമ്മുടെ ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ കൂടി നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂലുള്ള സബ്ജക്റ്റുകൾ വളരെ റയറായിട്ടാണ് വരുന്നത്. കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് തിയറി ഇലക്ട്രോണിക്സുകാർക്ക് ഉണ്ടെങ്കിൽ മെഷർമെന്റ്സ് ഇലക്ട്രിക്കലുകാർക്കുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് സിവിലുകാർക്ക് വരുന്നുണ്ട്, തെർമോഡൈനാമിക്സ് ഈ പറഞ്ഞു. ഇതൊന്നും നേരത്തെ ഫസ്റ്റ് ഇയറിലല്ല ഉണ്ടായിരുന്നത്. അതിപ്പം നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും യഥാർത്ഥ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് S3 മുതലാണ്. ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗിന്റെ നല്ല ഭാഗം പഠിക്കുന്നത് അപ് ടു S6 വരെയാണ്. ഒരു ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ പറയുകയാണെങ്കിൽ 98% ഓഫ് ദി സബ്ജക്ട്സ് നമ്മൾ ഈ പറയുന്ന കവർ ചെയ്ത് കളയും ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂ. ഈ പറയുന്ന S6ഓടെ S7 S8 എന്ന് പറഞ്ഞാൽ 1-2 പേപ്പർ കോർ പേപ്പർ ഉണ്ടാവുള്ളൂ. അതും അത്ര റിലവൻ്റ് അല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രിക്കലൊക്കെ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസൈൻ ഒക്കെയാണ്. അതൊന്നും ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂള്ള പരീക്ഷകൾക്കൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, സെക്കൻഡ് ഇയറും തേർഡ് ഇയറുമാണ് കീബോർഡ്. അപ്പോൾ അത് വളരെ കൃത്യതയോടെ തന്നെ ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ എനിവേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു വരുന്നു, നല്ല മാർക്കോടുകൂടി പാസ്സായി ഈ പറയുന്ന 10 to 15 അവർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് കോർ പേപ്പറുകളെല്ലാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാകാൻ നമ്മൾ ബിടെക് ട്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോഴ്സാണ് പ്രീമിയം ബാച്ചും സ്റ്റാൻഡേർഡ് ബാച്ചും. ഈ പ്രീമിയം ബാച്ചിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണാറുണ്ട് ഹോൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ലാബ് ക്ലാസ്സസും ഉണ്ടാവും, ഈ പറഞ്ഞ നോൺ ടെക് സബ്ജക്റ്റും എല്ലാം തന്നെ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ബാച്ചിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോർ സബ്ജക്ട്സുകൾ മാത്രമാണ്. ഓക്കെ അല്ലേ? ഇതിനെക്കുറിച്ചൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ് രണ്ടിടത്തും ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, കോർ സബ്ജക്ട്സുകളുടെ ക്ലാസ് 2 പേർക്കും ഉണ്ടാവും. പക്ഷേ എന്നാൽ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സുകളൊക്കെ വരുന്ന ഈ പറഞ്ഞു വരുന്ന എക്കണോമിക്സ് അങ്ങനെയുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്ത സബ്ജക്ട്സുകളുണ്ടല്ലോ, അതുപോലത്തെ സബ്ജക്ട്സുകളൊന്നും തന്നെ ഏതിനകത്തില്ല, സ്റ്റാൻഡേർഡ് ബാച്ചിനുണ്ടാവില്ല. അതേപോലെ തന്നെ ലാബ് ക്ലാസ്സസും സ്റ്റാൻഡേർഡ് ബാച്ചിനുണ്ടാവില്ല. എന്നാൽ ബാക്കിയുള്ള മാരത്തോൺ ക്ലാസ്സസും PDF നോട്ട്സും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസും എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും കോഴ്സിൽ. എനിവേ എല്ലാവർക്കും ഒരു നല്ല പഠനം ആശംസിക്കുന്നു. ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക്. ബൈ.